ഇതിപ്പോൾ പറഞ്ഞു വരുമ്പോൾ പഴംപൊരിയുടെ ഏട്ടനും അനിയനൊക്കെ ആയിട്ട് വരും. നമ്മുടെ സാധാ പഴംപൊരിനേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ ഇതിന്. കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ അവർക്ക് സ്പെഷ്യലായി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അതേപോലെ തന്നെ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് പഴം സ്ലൈസസ് ആക്കി വെക്കുക. പിന്നെ നമുക്ക് ഇതൊക്കെ ബാറ്റർ റെഡിയാക്കി എടുക്കണം കേട്ടോ. അതിനായിട്ട് 1 കപ്പ് മൈദ എടുക്കുക. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതെൻ്റെ സിസ്റ്റർ ഇൻ ലോ ആണ് കേട്ടോ. അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫാണ്. ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞങ്ങളെ വർത്താനം നടക്കുന്നുണ്ട്. എന്നെ വീഡിയോസ് എടുക്കാനൊക്കെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളും കൂടിയാണ് കേട്ടോ ഇത്. അപ്പം അങ്ങനെ ബാറ്റർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ബാറ്റർ നമ്മുടെ സാധാ പഴംപൊരിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ട് വേണം കേട്ടോ. നമുക്കതിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ലൂസായ ബാറ്റർ. അങ്ങനെ പഴവും ബാറ്ററും ബ്രെഡ് ക്രംസും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള പരിപാടി നോക്കാം. പാനിൽ എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗോൾഡൻ കളർ ആവുന്നത് വരെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. അതേപോലെ തന്നെ അധികം പഴുക്കാത്ത നല്ല മധുരമുള്ള പഴം എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നമ്മൾ ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചായ ഉണ്ടാക്കിയെടുക്കാം. ചായയും പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു മഴയും കൂടി പെയ്തിരുന്നെങ്കിൽ എന്നുള്ള. ചില നിമിഷങ്ങളിൽ പ്രകൃതിയും നമ്മുടെ സന്തോഷത്തിന് കൂട്ടി നിൽക്കുന്നുള്ള രീതിയിൽ ചായയും സ്നാക്കൊക്കെ ആയപ്പോൾ നല്ല അടിപൊളി മഴ പെയ്തു കേട്ടോ. വിചാരിച്ച പോലെ തന്നെ മഴയും കണ്ട് ആസ്വദിച്ചിട്ട് പഴംപൊരിയും ചായയൊക്കെ കുടിച്ചിട്ടോ. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.